എല്ലാവരെയും യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എച്ച് വോയിസ് സർട്ടിഫൈഡ്. നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യേശുക്രിസ്തുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ദാസന്മാരായ എന്ന് കാണുവാൻ കഴിയും. ഇതിൽ ദാസന്മാർ അല്ലെങ്കിൽ ദാസിത്വം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം താഴെ ഭാഗം നമുക്ക് നോക്കാം. ദാസ്യത്വം അല്ലെങ്കിൽ അടിമത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെയധികം ചർച്ചകൾക്ക് വിധേയമാവുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. മാത്രമല്ല, മനുഷ്യത്വ വിരുദ്ധമായ അടിമത്ത വ്യവസ്ഥയെ ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ സാങ്കേതികമായി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ലോകത്തിലെ പകുതിയോളം ഭാഗങ്ങളിലും ഏകദേശം 94 രാജ്യങ്ങളിൽ ഇത് നിയമപരമായി തന്നെ തുടരുന്നു എന്നത് നിരാശാജനകമാണ്. അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്ന ദാസ്യത്വം അല്ലെങ്കിൽ അടിമത്തം എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വാക്യത്തിൽ പൗലോസ് തന്നെയും തിമോഥെയെയും ക്രിസ്തുവിന്റെ അടിമകൾ അല്ലെങ്കിൽ ബന്ധിതദാസന്മാർ എന്ന് വിളിക്കുന്നു. മനുഷ്യ അടിമത്തത്തിന്റെ അനുവാദം നിയമപരമായോ സാമൂഹ്യപരമായോ ചർച്ച ചെയ്യുന്നില്ല. പകരം ക്രിസ്തുവിനോടുള്ള ഭക്തിയുടെ രൂപകമായി അടിമ എന്ന പദം ഉപയോഗിക്കുന്നു. ഇങ്ങനെ പറയാൻ കാരണം, യേശു ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് അടിമകൾ ഉണ്ടാകുകയോ അടിമകളായി പിടിക്കുകയോ അങ്ങനെ അടിമകളാക്കുവാൻ തന്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയോ ചെയ്യുന്നതായി ഒരിടത്തും കാണുന്നില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് ഭൗമിക അടിമത്തത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതായത് അവരെ ഏതെങ്കിലും വിധത്തിൽ അടിമയാക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവർ സ്വയം ക്രിസ്തു യേശുവിന് അടിമകളായി സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് വ്യക്തം. അതായത് അവർക്ക് യേശുവിനോട് പൂർണ്ണമായ വിശ്വസ്തയും ഭക്തിയുമുണ്ട്. അവരുടെ ആത്യന്തിക യജമാനായി അവനെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുകയും ചെയ്യുന്നു. ഇത് ഭൗമിക അടിമത്തത്തിൽ നിന്ന് വ്യത്യസ്തവും ആഴമായ സമർപ്പണത്തെയും ലക്ഷ്യത്തെയും സൂചിപ്പിക്കുന്നതുമായ ഒരു ആശയം. കൂടാതെ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഒരു യജമാനെ സേവിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഒരു ദാസനെ കുറിച്ചുള്ള പഴയ നിയമ ആശയത്തെ പൗലോസും ക്രിസ്തുവിനെ സേവിക്കുന്നതിനായി അവരുടെ ജീവിതം സമർപ്പിക്കുന്നതിന് തുല്യമായി ഇവിടെ പറയുന്നു എന്ന് മനസ്സിലാക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തില്, എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തും പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന്റെ ദാസനായിരിക്കണം എന്ന് കാണുന്നു. മാത്രമല്ല, പുരാതന ലോകത്ത് പുരുഷന്മാർക്കുള്ള കമ്മലുകൾ അടിമത്തത്തിന്റെ മാത്രം അടയാളമായിരുന്നില്ല എങ്കിലും പുരാതന റോമിലും ബൈബിൾ പാരമ്പര്യത്തിലും കാതുകുത്തൽ അടിമത്തത്തിന്റെ അടയാളമായി നമുക്ക് കാണാൻ കഴിയും. ചരിത്രപരമായ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ റോമൻ കാലഘട്ടത്തിലെ അടിമത്തം ഒരു യാഥാർത്ഥ്യമായിരുന്നു. മാത്രമല്ല, ഫിലിപ്പിയിൽ ജീവിച്ചിരുന്ന റോമക്കാർക്ക് അടിമത്തം വംശത്തിന്റെയല്ല, യുദ്ധത്തിന്റെയോ കടത്തിന്റെയോ ഫലമുണ്ടായ ഒരു പൊതു സാമൂഹിക അവസ്ഥയായിരുന്നു എന്ന് കാണാം. ഈ സന്ദർഭത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കുന്ന അടിമത്തത്തെ കുറിച്ച് പറയാൻ ക്രിസ്ത്യാനികളെ വിലയ്ക്ക് വാങ്ങിയവർ എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 23-ാം വാക്യം. അതായത് അവർ ഇനി പാപത്തിന്റെ അടിമകളല്ല, മറിച്ച് നീതിയുടെ അടിമകളാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത് എന്ന് കാണാം. പൂർണ്ണമായും യേശു ക്രിസ്തുവിൻ്റെതാണ് എന്ന് ചിത്രീകരിക്കാൻ ഈ പദം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാം. ഇവിടെ കാണുന്ന ദാസൻ എന്ന പദത്തിനെ വെറും സേവകൻ എന്ന സോഫ്റ്റ് അർത്ഥമല്ല, മറിച്ച് ഈ പദത്തിന്റെ മൂല ഗ്രീക്ക് വാക്കിൽ ഡിലോസ് എന്നാണ്. അതിനർത്ഥം അടിമ, സ്വാതന്ത്ര്യമില്ലാത്തവൻ, മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ളവൻ, സ്വയം ഇച്ഛയില്ലാതെ യജമാന്റെ ഇച്ഛയ്ക്കീഴിലുള്ളവൻ എന്നൊക്കെയാണ്. 1-ാം നൂറ്റാണ്ടിലെ റോമൻ സാമൂഹിക പശ്ചാത്തലത്തിലും അടിമയ്ക്ക് സ്വയം അവകാശമുണ്ടായിരുന്നില്ല. മുഴുവനായും യജമാന്റെ നിയന്ത്രണത്തിലായിരുന്നു തീരുമാനം. അതുകൊണ്ട് തന്നെ പൗലോസ് ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടി ഇച്ഛാപൂർവം ഈ വാക്കെടുക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. സേവകൻ എന്നതിന് പകരം അടിമ എന്തുകൊണ്ട്? പൗലോസിന് ഉപയോഗിക്കാമായിരുന്ന മറ്റൊരു വാക്ക് ഗ്രീക്കിൽ ഡീക്കൻസ് എന്നാണ്. സേവകൻ, ശുശ്രൂഷകൻ എന്നൊക്കെ അർത്ഥം. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചത് ഗ്രീക്കിൽ ഡുലോസ് എന്ന പദമാണ്. ഉടമസ്ഥയുള്ള അടിമ എന്നർത്ഥം. പൂർണ്ണമായ സമർപ്പണം, പൂർണ്ണമായ അനുസരണം ക്രിസ്തുവിനാണെന്ന് വ്യക്തം.
ആത്മീയമായ അർത്ഥം യേശു ക്രിസ്തുവിന്റെ അടിമ എന്ന് പറയുന്നത് യേശു കർത്താവാണ് എൻ്റെ ജീവിതം, അല്ലാതെ എന്റേതല്ല. റോമക്കൈ ലേഖനം 6:22 1 കൊരിന്ത്യർ 6:19 മുതൽ 20 വാക്യങ്ങളും കാണാം. പൗലോസിനെ ഈ അടിമത്തം അഭിമാനമാണ്, അല്ലാതെ അപമാനമല്ല. പാപം നമ്മെ ജന്മന അടിമയാക്കി. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹ നിമിത്തം നാം സ്വയം അടിമയായി സമർപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:34 അതിന് യേശു ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. നാം മനഃപൂർവ്വമായി ക്രിസ്തുവിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനെ കാണിക്കാനാണ് പൗലോസ് ഇവിടെ അടിമ എന്ന പദം ഉപയോഗിച്ചത്. ദാസൻ എന്ന പദത്തിന് ഗ്രീക്കിൽ അടിമ ഡ്യൂലോസ് എന്ന് നമ്മൾ കണ്ടു. അതിനർത്ഥം യജമാനെ പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ആയതിനാൽ തിമത്യോസും പൗലോസും യേശു ക്രിസ്തുവിന്റെ ദാസനാണെന്ന് അവർ ഉറപ്പോടെ പറയുന്നു. മാത്രമല്ല പഴയ നിയമത്തിലെ ചില പ്രവാചകന്മാരും ഈ ദാസൻ എന്ന പദം ഉപയോഗിച്ചതായി കാണാൻ കഴിയും. ആമോസ് 3:7 യെശയ്യാവ് 7:25 മോശ യോശുവ പുസ്തകം 1:2 യോശുവ ന്യായാധിപന്മാർ 2:8 ദാവീദ് സങ്കീർത്തനം 78:70 ശലോമോൻ 1 രാജാക്കന്മാർ 8:26 കാണാം. കൂടാതെ യേശുവിനെയും ദാസൻ എന്ന പദം ഉപയോഗിച്ചതായി കാണാൻ കഴിയും. യെശയ്യാവ് 42:1 അപ്പോസ്തലപ്രവൃത്തികൾ 4:27 മർക്കോസ് 10:45 ഇങ്ങനെയാ പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതായത് ഒരു അടിമ എത്രത്തോളം യജമാനെ പൂർണ്ണമായി കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിന് തുല്യമായി ഒരു വ്യക്തി എത്രത്തോളം ദൈവത്തിലേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പലയിടത്തും അടിമ അല്ലെങ്കിൽ ഈ ദാസൻ എന്ന പദം ഉപയോഗിച്ചായി കാണാൻ കഴിയും. കൂടാതെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ എഴുത്തുകാരെ കുറിച്ച് ചില സൂചനകൾ നൽകുന്നു. പൗലോസും തിമത്യോസും എന്ന് കാണാം. 7 ലേഖനങ്ങളിൽ തിമത്യോസിന്റെ പേര് ചേർത്ത് പറയുന്നു. ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ, 1-2 കൊരിന്ത്യർ, 1-2 തെസ്സലോനിക്കർ. ഈ പുസ്തകങ്ങളിലെല്ലാം തിമത്യോസ് പൗലോസിന്റെ കൂടെ എഴുതുവാൻ സഹായിക്കുന്നു എന്ന് വ്യക്തം. കൂടാതെ തിമത്യോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തിമത്യോസിന്റെ പിതാവിന്റെ പിതാവും യവനനായിരുന്നു, അല്ലെങ്കിൽ ഗ്രീക്കുകാരനായിരുന്നു. മാതാവിന്റെ മാതാവും യഹൂദനായിരുന്നു. മാതാവും വല്യമ്മച്ചിയും യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചതായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 16:1 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. 2 തിമോഥെയോസ് 1:5 ആ വിശ്വാസം നിന്റെ വല്യമ്മ ലൂയിസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ എന്ന് കാണാം. ഫിലിപ്പിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച അപ്പോസ്തലനായ പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ദൈവം നൽകിയ ദർശനത്തെ തുടർന്ന് മക്കെദോന്യയുടെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമായ ഫിലിപ്പിയിലേക്ക് ഏകദേശം 50-51 AD ചെന്നു ചേർന്നു. അങ്ങനെ പൗലോസിന്റെ ഫിലിപ്പിയിലുള്ള ആദ്യ സന്ദർശനത്തിന് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ഈ സഭയ്ക്ക് ആഴമേറിയ വാത്സല്യവും പ്രോത്സാഹനവും നൽകുവാൻ വേണ്ടി AD 60-62 കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിൽ 1-ാം പ്രാവശ്യ യാത്രയിലെ 2 വർഷം റോമ വീട്ടുതടങ്കിൽ കിടക്കുമ്പോൾ എഴുതിയ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒടുവിലത്തേതാണ് ഫിലിപ്പി ലേഖനം. ആയതിനാൽ ഫിലിപ്പിയിലുള്ള സഭയുടെ വിശ്വാസികൾക്ക് വേണ്ടി റോമ കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസ് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും, ഇവിടെ വിശുദ്ധന്മാർക്കും എന്ന് കൊടുത്ത ആ വാക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആരാണ് വിശുദ്ധന്മാർ? ആർക്കാണ് വിശുദ്ധനാകുവാൻ കഴിയുക? അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വിശുദ്ധനാക്കുവാൻ കഴിയുമോ? ഒരു ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം വളരെ ചിന്തനീയമാണ്. ഒരു വ്യക്തി ഉപവസിച്ചാലോ ദാനം ചെയ്താലോ പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ മറ്റ് കർമ്മക്രിയകൾ ചെയ്താലോ വിശുദ്ധനാകുവാൻ കഴിയുമോ? എന്നാൽ വിശുദ്ധൻ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം ഹഗിയോസ് എന്നാണ്. ഹഗിയോസ് എന്നതിനർത്ഥം വേർതിരിക്കപ്പെട്ടത്. ഒരു ദൈവിക ഉദ്ദേശത്തിനായി ലോകത്ത് നിന്ന് വേർപെടുത്തുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ആയതിനാൽ യേശു ക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർ എന്നതിനർത്ഥം യേശു ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ടവരെന്നാണ്. അല്ലാതെ നമ്മുടെ കർമ്മക്രിയകളെ കൊണ്ട്
പ്രവൃത്തികളെ കൊണ്ട് നമ്മൾ വിശുദ്ധന്മാരായി തീരുക എന്ന അർത്ഥത്തിലല്ല. നമ്മുടെ പ്രവൃത്തികളെ കൊണ്ട് നമ്മൾ വിശുദ്ധന്മാരായി തീരുവാൻ കഴിയില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എഫെസ്യ ലേഖനം 1-1 വിശുദ്ധന്മാർ എന്ന് വിളിക്കാൻ കാരണം അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. വളരെ ചുരുക്കമായി പറഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്ത് വിശുദ്ധനായി മാറുകയല്ല, ദൈവത്തിന്റെ കൃപയാൽ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ചെന്നാൽ, നമ്മൾ യേശുവിനെ സ്വീകരിച്ചെന്നാൽ നമ്മെ വിശുദ്ധനായി എണ്ണുകയാണ് ചെയ്യുന്നത്. അവസാനമായി നോക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. ഇവിടെ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും എന്ന് കാണാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ആ സഭയിൽ 10 വർഷങ്ങൾക്ക് ശേഷം എഴുതുമ്പോൾ ഒന്നിൽ കൂടുതൽ സഭകൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. അതായത് ഒന്നിൽ കൂടുതൽ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും അവിടെ കൊടുത്തിരിക്കുന്നു. അധ്യക്ഷന്മാർ എന്നതിനെ ദൈവത്തിന്റെ ജനത്തെ നോക്കുക, ശുശ്രൂഷകന്മാർ എന്നതിനെ സേവിക്കുക, ഭൗതിക കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ പദങ്ങൾ ഗ്രീക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഗ്രീക്കിൽ ഓവർസിയർ എന്ന ആ പദമാണ് ഈ അധ്യക്ഷൻ എന്നതിനെ അർത്ഥമാക്കുന്നത്. ഡീക്കൻസ് എന്നാണ് ശുശ്രൂഷകന്മാർ എന്നതിനെ അർത്ഥമാക്കുന്നത്. ആദിമ സഭയിൽ മൂപ്പന്മാരും അധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു. ഫിലിപ്പി ലേഖനം 1-1 നാം കണ്ടത് മൂപ്പന്മാർക്ക് സഭയുടെ മേൽനോട്ടവും ആത്മീയ പരിപാലനവും കാണാം. കൂടാതെ ദൈവവചനം പഠിപ്പിക്കുക അവർ ചെയ്യുന്നു. കൂടാതെ ശുശ്രൂഷകന്മാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ അവർ ചെയ്യുന്നതായി കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തികൾ 6-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ മേശമേൽ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും.